Good morning, my dear students. Today we are discussing the different objectives of cost accounting. The primary as well as the most important objective of cost accounting is ascertainment of cost. Cost accounting stands for ascertaining the cost of different products or different departments or different units. Then when we ascertain the cost of different products, units or departments, we can control and reduce the cost. Then we can also fix the selling price after calculating the total cost of producing a product. Then when we ascertain the cost as well as the selling price, we can easily determine the profit of that activity. Thus, cost accounting helps the management by providing the cost data. ഞാൻ പറഞ്ഞു ദ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിൻ്റേത് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് തന്നെയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് നിലകൊള്ളുന്നത് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റിന് വേണ്ടിയിട്ടാണ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങളൂടെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല, കോസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 10 രൂപയാണ് നമ്മുടെ കോസ്റ്റെങ്കിൽ നമ്മൾ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് 2 രൂപയും കൂടെ ആഡ് ചെയ്ത് സെല്ലിംഗ് പ്രൈസ് 12 രൂപ എന്ന് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് കോസ്റ്റ് ഡേറ്റ കിട്ടി, സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടി, അപ്പം പ്രോഫിറ്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇപ്പോൾ 2-3 പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ 2 പ്രൊഡക്റ്റുകൾ നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഏതിനാണ് കൂടുതൽ പ്രോഫിറ്റ്, ഏതിനാണ് കുറച്ച് പ്രോഫിറ്റ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും പറ്റും. സോ അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. അപ്പം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കോസ്റ്റ് ഡേറ്റയാണ്. അതുവഴി മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് മെയിനായിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ദ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് അക്യുമുലേറ്റ് ടു മാനേജ്മെൻറ്റ്, വർക്കേഴ്സ്, creditors and investors, government, enterprises, then creditors and public. ഈ ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കോസ്റ്റ് അക്കൗണ്ടിങ് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തേത് ദ അഡ്വാൻറ്റേജസ് ടു ദ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ഇത്രയും ഓർക്കുക, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് ഡേറ്റയാണ്. കോസ്റ്റ് ഡേറ്റ കിട്ടുമ്പോൾ മാനേജ്മെൻറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റിന് ഓരോ പ്രൊഡക്റ്റിൻ്റെയും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ് ഡേറ്റ 10 രൂപയാണ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ റീസണബിൾ പ്രോഫിറ്റ് 2 രൂപ ആഡ് ചെയ്തു. സോ 12 രൂപ സെല്ലിംഗ് പ്രൈസായിട്ട് ഫിക്സ് ചെയ്തു. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഗീവ് സെല്ലിംഗ് പ്രൈസ്. അപ്പം ഓരോ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നു, പ്രോഫിറ്റും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ 2-3 പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ആൻഡ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസ്. ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണെന്നും അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണെന്നും മനസ്സിലാക്കാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് വഴി സാധിക്കുന്നു. നമുക്കറിയാം, കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അതിന് മെയിനായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവും, ലേബർ കോസ്റ്റ് ഉണ്ടാവും, ഇത് കൂടാതെയുള്ള കുറേ ഓവർ ഹെഡ്സ് എന്ന് പറയും, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാകും. ഇതിൻ്റെ എല്ലാം കൂടി ഒരു സമ്മറി ആയിട്ട് അല്ലെങ്കിൽ സം എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഓരോ എലമെൻ്റ് ഉള്ളതുപോലെ ഇപ്പോൾ ഓരോ എലമെൻറ്റും എഫിഷ്യൻ്റാണ്. ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റാണ്. അപ്പം നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ച മെറ്റീരിയൽ ചീത്തയായി പോയി, അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് തന്നെ പറ്റും നമ്മൾ കൂടുതലായിട്ടും ചീത്തയായി പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ദറ്റ് വിൽ ഇൻക്രീസ് ദ മെറ്റീരിയൽ കോസ്റ്റ് ഫോർ ദാറ്റ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഇടയ്ക്കിന് വേസ്റ്റേജസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മെറ്റീരിയൽ കോസ്റ്റ് കൂടിപ്പോകും. പിന്നെയുള്ളൊരു കാര്യമാണ് ലേബർ കോസ്റ്റ്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചു, ലേബറിനെ എംപ്ലോയ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പം ലേബറായിട്ടുള്ള അല്ലെങ്കിൽ വർക്കേഴ്സ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ, അപ്പം ഒരു ഓർഗനൈസേഷനിൽ രാവിലെ ഒരു വർക്കർ വന്നു കഴിഞ്ഞാൽ അയാൾ വൈകുന്നേരം പോകുമ്പോൾ അയാൾക്കൊരു ഡെഫിനറ്റ് എമൗണ്ട് ഓഫ് വേജസ് അയാൾക്ക് പേ ചെയ്യണം.
അപ്പം ലേബറേഴ്സിനെ നമ്മൾ വിളിച്ചു വരുത്തി അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നില്ല എങ്കിൽ അവരവരുടെ സമയം മുഴുവൻ വേസ്റ്റായി പോവുകയും ചെയ്യും. നമുക്ക് വി ആർ പേയിങ് ഫോർ ദാറ്റ്, വി ഷുഡ് പേ ഫോർ ദാറ്റ്, ബട്ട് വി ആർ നോട്ട് ഡിറൈവിങ് എനി ബെനിഫിറ്റ് ഫ്രം ദാറ്റ്. ഐഡിൽ ടൈം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. നമ്മൾ 5,000 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതെന്നും വിചാരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം 5,000 യൂണിറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോ പ്രൊഡക്ഷൻ കപ്പാസിറ്റി യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ കോസ്റ്റ് കൂടാനായിട്ടുള്ള സാഹചര്യമുണ്ട്. കോസ്റ്റ് കൂടിപ്പോവും. അപ്പം 5,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10,000 യൂണിറ്റിൻ്റെ മെഷീനറി വർക്ക് ചെയ്തുകൊണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്യൂവലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഫ്യൂവല്, കൺസ്യൂമബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് കൂടും. അപ്പോൾ ഇങ്ങനെ ഐഡിൽ കപ്പാസിറ്റി കൊണ്ട് കോസ്റ്റ് കൂടും. അപ്പം ഈ കാര്യങ്ങളെല്ലാം റെഡ്യൂസ് ചെയ്യണം. അതായത് ലേബറേഴ്സിൻ്റെ ഐഡിൽ ടൈം കുറയ്ക്കണം, ഐഡിൽ കപ്പാസിറ്റി കുറയ്ക്കണം, മെറ്റീരിയൽസും ലേബറേഴ്സിൻ്റെയും എഫിഷ്യൻ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ എഫിഷ്യൻസി, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി കൂടുന്നത്. അപ്പോൾ ഈ എഫിഷ്യൻസി കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ഇറ്റ് ഇൻ ദ കോസ്റ്റ്. കോസ്റ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും നമ്മൾ മോർ എഫിഷ്യൻ്റ് ആണെങ്കിൽ കോസ്റ്റ് ഷുഡ് ബി വെരി ലെസ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മളെല്ലാ കോസ്റ്റും പഠിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്, കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നു. അതുവഴി വി ആർ ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി. അപ്പം എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്. ദെൻ ഞാൻ പറഞ്ഞു, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും കോസ്റ്റ് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ പ്രൊഡക്ട്സ് ആയിരിക്കും മെഷർ ചെയ്യുന്നത്. അപ്പം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ പ്രൊഡക്ട്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോ പ്രൊഡക്ട്സിനെ കോസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പം ഏതാണ് ബെറ്റർ പെർഫോമേഴ്സ് അല്ലേ. ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് 1ൻ്റെ പ്രോഫിറ്റ് 3 ഡിപ്പാർട്ട്മെൻറ്റ് 2ൻ്റെ ഒരു യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് 3 ഡിപ്പാർട്ട്മെൻറ്റ് 2ൻ്റെ പ്രോഫിറ്റ് 5 ഡിപ്പാർട്ട്മെൻറ്റ് 3യുടെ പ്രോഫിറ്റ് 6 ആണെന്നെങ്കിൽ നമുക്കറിയാം ഇതിലെ ബെസ്റ്റ് പെർഫോമർ ഏതാണ്, എവിടെയാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, എവിടെയാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ അറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു പെർഫോമൻസ് അപ്രൈസൽ പോലെ ഈ കോസ്റ്റ് ഡേറ്റ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഞാൻ പറഞ്ഞു, കോസ്റ്റ് ഡേറ്റ വഴി മാനേജ്മെൻറ്റിന് ഒരുപാട് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നതാണ് മേക്ക് ഓർ ബൈ, കണ്ടിന്യൂ ഓർ ഷട്ട് ഡൗൺ, ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ആൻ ഓർഡർ, സെൽ ബിലോ ദ കോസ്റ്റ് പ്രൈസ് ഓർ നോട്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡിസിഷൻ ഉണ്ട്. അപ്പം അതിൽ ആദ്യത്തെ കാര്യം പറയാം, മേക്ക് ഓർ ബൈ എന്ന് പറയുന്നത്. ഒരു സപ്പോസ് ഒരു കാർ മാനുഫാക്ചറിങ് ഫേം നിങ്ങൾ എടുക്കുക. കാർ മാനുഫാക്ചറിങ് മിക്കവാറും എല്ലാ ഫേംസും നമുക്കറിയാം വലിയ കാറുകളുടെയൊക്കെ അവർ ശരിക്കും അസംബ്ലിങ് മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ. ഈ പ്രോഡക്റ്റ്, അതായത് സ്പെയർ പാർട്സ് ഓരോ കൺട്രിയിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തൊക്കെ ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ അതിൻ്റെ സ്പെയർ പാർട്ടിലെ ചില ഐറ്റംസ് അതിന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പം മാനേജ്മെൻറ്റിന് ഒരു ഡിസിഷൻ എടുക്കണം. ഈ സ്പെയർ പാർട്ട് നമ്മുടെ കമ്പനിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണോ അതോ പുറത്ത് സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണോ, ഒരു ഡിസിഷൻ എടുക്കണം. അപ്പം നമ്മൾ എങ്ങനെയാണ് ആ ഡിസിഷൻ എടുക്കും? അതിന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഔട്ട്സൈഡ് സപ്ലയർ നമ്മൾക്ക് എത്ര രൂപയ്ക്ക് തരും, നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ എത്ര രൂപയാകും, എന്നിട്ടത് കമ്പയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് വേണം. മേക്ക് ഓർ ബൈ ദ സ്പെയർ പാർട്സ് വാങ്ങിക്കണോ അതോ ഇവിടെ ഉണ്ടാക്കണോ. അപ്പം അതിന് കോസ്റ്റ് ഡേറ്റ വേണം. അപ്പോൾ കോസ്റ്റ് ഡേറ്റ അപ്പോൾ അങ്ങനെ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നു. അതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെയുള്ളത്, നമ്മുടെ ഓർഗനൈസേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലോസസ് ഇൻകർ ചെയ്തുകൊണ്ടിരിക്കുക ഓർഗനൈസേഷനിൽ 3-4 വർഷമായിട്ട്. അപ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കണം, ഇത് അടച്ചു കൂടണോ അതോ കണ്ടിന്യൂ ചെയ്യണോ. അപ്പോൾ അതെങ്ങനെ എടുക്കും? ആ കോസ്റ്റ് ഡേറ്റ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ഡിസിഷൻ എടുക്കാനും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് സഹായിക്കും. അതുകൂടാതെ തന്നെ നമുക്കൊരു ഫോറിൻ ഓർഡർ കിട്ടി, ഇവിടെയുള്ള ലോക്കലല്ല, ഫോറിൻ ഓർഡർ കിട്ടി. ആ ഓർഡർ നമുക്ക് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യണോ, നമുക്ക് ആ ഓർഡർ നമുക്ക് പെർഫോം ചെയ്യണോ. അപ്പോൾ നമ്മൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് നടത്തേണ്ടത്. കോസ്റ്റ് കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ലോക്കൽ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്നിട്ട് ആ വർക്ക് ഓർഡർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ദെൻ നമുക്കറിയാം ചില കേസ് നമ്മൾ കോസ്റ്റ് ഇപ്പോൾ 10 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് വിചാരിക്കുക, 10 രൂപയാണ് നമ്മുടെ കോസ്റ്റ് എന്ന് വിചാരിക്കുക. ഫേം മാർക്കറ്റിൽ 10 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 10 രൂപ വന്നു,
10 രൂപയ്ക്ക് തന്നെ പ്രൊഡക്റ്റ് വിൽക്കണം, അതോ 9 രൂപയ്ക്ക് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്ട്രാ കോസ്റ്റൊക്കെ വരുമോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു അനാലിസിസൊക്കെ നമുക്കറിയാം. അപ്പോൾ ലോസസ് ഒക്കെ വരും. അപ്പം ചിലപ്പം പ്രോഫിറ്റ് കുഴപ്പമില്ലായിരിക്കും, ചിലപ്പം 2-3 പ്രൊഡക്ട്സ് ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് ലോ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിനേക്ക് കഴിഞ്ഞ് കുറവ് എമൗണ്ടിൽ വിൽക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഡിഫറെൻറ്റ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ അതുകൂടാതെ തന്നെ ടെൻഡർ കൊട്ടേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടെൻഡർ? ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ചിലപ്പം പാലം പണിയാനായിട്ടൊക്കെ ടെൻഡർ, അല്ലെങ്കിൽ റോഡ് ടാർ ചെയ്യാൻ വേണ്ടി ടെൻഡർ വിളിച്ചു എന്നൊക്കെ പറയും അല്ലേ, കൊട്ടേഷൻ കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പം നമ്മളൊക്കെ വർക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സാണെന്ന് വിചാരിക്കും. നമ്മളെല്ലാവരും കോൺട്രാക്ടേഴ്സാണ്. ഗവൺമെൻറ് ഒരു ടെൻഡർ വിളിച്ചു, ഒരു കിലോമീറ്റർ റോഡ് അല്ലെങ്കിൽ ഒരു പാലം പണിയണം, 1 കിലോമീറ്റർ റോഡ് നമ്മൾ ടാർ ചെയ്ത് കൊടുക്കണം എന്ന് ഏതെങ്കിലും ആണെന്ന് വിചാരിക്കാം. അപ്പം നമ്മളെങ്ങനെ ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്നതെന്നറിയാമോ? എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഒരു പാലം പണിയാൻ പോവുക. അപ്പോൾ പാലത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളുടെയും കോസ്റ്റുകളെല്ലാം ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും. മെറ്റീരിയൽ വാങ്ങിക്കേണ്ടി വരും, ചിപ്സ്, സിമെൻറ്റ്, കമ്പി, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ മേടിക്കേണ്ടി വരും. പിന്നെ ഇത്ര നമ്പർ ഓഫ് ആൾക്കാരെ അവിടെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടായിട്ട് വരും. അപ്പം ആദ്യം മെറ്റീരിയൽ കോസ്റ്റ് എന്ന് എഴുതി, പിന്നെ ഇത്ര ആൾക്കാരെ എംപ്ലോയ് ചെയ്യണം, അപ്പോൾ ലേബർ കോസ്റ്റ് എന്ന് എഴുതി. പിന്നെ അതുകൂടാതെ നമ്മുടെ ഒരു ഫേം നടത്തുവാണ്, അപ്പോൾ അവിടെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള അയാൾക്കുള്ള സാലറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള അതർ എക്സ്പെൻസസ്, നമ്മുടെ റെൻറ്റ്, അവൈലബിൾ ടോസ് റൂം, അങ്ങനെയുള്ള സിമെൻറ്റ് മിക്സറൊക്കെ വാടകയ്ക്ക് എടുത്താൽ ചെയ്യുന്നത്, അങ്ങനെ വരുമ്പം അതിൻ്റെ കോസ്റ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചില കോസ്റ്റുകളും കൂടെ നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. പിന്നെ നമ്മൾക്കൊരു റീസണബിൾ പ്രോഫിറ്റ് വേണമല്ലോ, എന്നാലും നമ്മൾ ആരും സർവീസിന് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. സോ ഒരു ഇത്ര പെർസെൻറ്റേജ്, 20% നമ്മുടെ ടോട്ടൽ കോസ്റ്റിന് 20% പ്രോഫിറ്റ് നമ്മൾ അതിനോട് ആഡ് ചെയ്യും. എന്നിട്ട് പറയുവാണ് അപ്പം കോസ്റ്റ് കിട്ടി, പ്രോഫിറ്റ് കിട്ടി, അപ്പം നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആയി. അപ്പം ഈ എമൗണ്ടിൽ ഞങ്ങൾ ഈ ഓർഡർ പെർഫോം അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തു തരാം, ഈ കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കൊള്ളാം എന്ന് പറയുന്നത്. അപ്പം എല്ലാ ടെൻഡറുകളിലും ഇങ്ങനെയാണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ടെൻഡറിലാണെങ്കിലും, ഈ വർക്ക് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇതിലാണെങ്കിലും, ഇങ്ങനെയുള്ള കോൺട്രാക്ട്സ് പെർഫോം ചെയ്യുന്ന കേസിലൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. കോസ്റ്റ് കണ്ടുപിടിക്കുന്നു, കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ പ്രോഫിറ്റ് കാണിക്കുന്നു, എന്നിട്ട് ഈ എമൗണ്ടിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസോടെ കാണിക്കുന്നു. അപ്പം ഈ ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോസ്റ്റ് വേണം. കോസ്റ്റ് എവിടെ നിന്നേ കിട്ടുള്ളൂ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടത്തില്ല, കോസ്റ്റ് അക്കൗണ്ടിങ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ അഡ്വാൻറ്റേജ് ബൈ ഹെൽപ്പിംഗ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡേഴ്സ്. ഇനി ഞാൻ പറഞ്ഞു കോസ്റ്റ് ഡേറ്റ ഉണ്ടെന്ന് പറഞ്ഞു. കോസ്റ്റ് ഡേറ്റ നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓരോരോ യൂണിറ്റിൻ്റെയും കോസ്റ്റ് ഡേറ്റ കമ്പയർ ചെയ്യാം. ഈ പ്രോഫിറ്റ് ഡേറ്റ കമ്പയർ ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റെയും എഫിഷ്യൻസി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് കോസ്റ്റ് ഡേറ്റ നമുക്ക് ഈ ഡിഫറെൻറ്റ് ഇയേഴ്സ് കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പം പ്രീവിയസ് ഇയറിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കോസ്റ്റ് എത്രയാണ്, എത്രമാത്രം ഇൻക്രീസ് ഉണ്ടായി അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടായെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻ്റർ ഫേം കമ്പാരിസൺ പോസിബിളാണ്, ഇൻട്രാ ഫേമും. അല്ലാതെ മറ്റുള്ള ഇപ്പം ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് നമുക്ക് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വഴി നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇത്രയാണ്. അപ്പം സെയിം പ്രോഡക്റ്റ് തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന വേറെ ഫേംസും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഡേറ്റയുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പം ഇൻ്റർ ഫേം കമ്പാരിസൺ പോസിബിളാണ്, ഇൻട്രാ ഫേം കമ്പാരിസൺ പോസിബിളാണ്, ഡിഫറെൻറ്റ് പീരിയഡ്സിൻ്റെ കമ്പാരിസണും പോസിബിളാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ പിന്നെ ഞാൻ പറഞ്ഞു ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ചിലപ്പോൾ അതിൽ മെയിനായിട്ടും ഈ ഓരോ എലമെൻറ്റിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓരോ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പം മെറ്റീരിയലിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കണം, ലേബറിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം, ഓവർ ഹെഡ്സിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ഇൻവെൻട്രിയുടെ കോസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് ആയിരിക്കും ചിലപ്പോൾ പല സമയത്തായിരിക്കും നമ്മൾ ഈ ഇൻവെൻട്രി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എത്രയാണ് കോസ്റ്റ്, എത്രമാത്രം സ്റ്റോക്ക് നമ്മുടെ വെയർഹൗസിൽ അവൈലബിൾ ആണ്, അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അപ്പം നമുക്ക് നോർമലി ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണ് ഇതെല്ലാം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയൊക്കെ വാല്യൂ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേമൊക്കെ അടച്ചിട്ടിട്ട് സ്റ്റോക്ക് ടേക്കിംഗ് ഒക്കെ നടത്തും. എന്നിട്ട് അതുവഴി നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. പക്ഷേ ആ ഒരു ഫേമിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും ക്ലോസിംഗ് സ്റ്റോക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം പ്രത്യേകിച്ച്
ഫേം കുറച്ച് ദിവസത്തേക്ക് അടച്ചിടുക അങ്ങനെയൊന്നും ആവശ്യമില്ല. ഏത് സമയത്തും സ്റ്റോക്കിൻ്റെ ഡേറ്റ അവൈലബിൾ ആണ്. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ദെൻ ഇൻ്റർഫേം കമ്പാരിസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻ്റർഫേം കമ്പാരിസൺ പോസിബിൾ ആണെന്ന് പറഞ്ഞു. ദെൻ ഞാൻ പറഞ്ഞു സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആകാം. ചിലപ്പം ഓരോരോ പ്രൊഡക്റ്റ് ആയിരിക്കും ഓരോരോ കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പം ഓരോരോ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് തരുന്ന കോഴ്സ് ഓഫ് ആക്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെന്ത് വേണം, ഓരോ കോഴ്സ് ഓഫ് ആക്ഷനെ പ്രോഫിറ്റ് മനസ്സിലാക്കണം. ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻ നിങ്ങൾ ഇത്ര എടുക്കുക, ഓരോരോ ആക്ടിവിറ്റിയാണ്. ഓരോരോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആയിരിക്കാം. അപ്പം കോസ്റ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതുവഴി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കാനും അതർ ആക്ടിവിറ്റീസിൽ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ വീക്കായിട്ട് പറയാവുന്ന പ്ലാനിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ കൺട്രോളിങ്. അപ്പം ഞാൻ പറഞ്ഞു ഓരോ എലമെൻറ്റ് വൈസ് കോസ്റ്റ് ഡേറ്റയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇപ്പം മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഡേറ്റ അനലൈസ് ചെയ്യും, അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കും, ലേബറിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കും. ഇതൊക്കെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും കമ്പയർ ചെയ്തു, അല്ലെങ്കിൽ സെയിം ഇൻഡസ്ട്രിയിലുള്ള മെറ്റീരിയലിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്കതൊക്കെ കൺട്രോളിങ് പോസിബിളാണ്. ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനുണ്ടാകുന്നത് കോസ്റ്റ് എത്രയാണ്, അതാണെങ്കിൽ മറ്റത് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിച്ച് അതുവഴി കൺട്രോളിങ് പോസിബിൾ ആവുന്നു. എല്ലാ എലമെൻറ്റിൻ്റെയും കോസ്റ്റ് കൺട്രോളിങ്ങും പോസിബിൾ ആവുന്നു. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ദറ്റ് അക്യൂമുലേറ്റ് ടു ദ മാനേജ്മെൻറ്റ് വെൻ ദേ ഹാവ് എ സിസ്റ്റം ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ടു ദ വർക്കേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്, ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഓരോ യൂണിറ്റിൻ്റെയും ലേബർ കോസ്റ്റ്, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് സിമിലർ നേച്ചറുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ലോ ലേബർ കോസ്റ്റാണെന്ന് വിചാരിക്കുക, മറ്റതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം മറ്റത് വെരി ഹൈ ആയിട്ടുള്ള ഒരു ലേബർ കോസ്റ്റാണെന്ന് വിചാരിക്കുക. അപ്പം ദാറ്റ് മീൻസ് ആ സെക്കൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ലേബർ അത്ര എഫിഷ്യൻ്റ് അല്ല എന്നാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഹൂ ഈസ് എഫിഷ്യൻ്റ് എന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കുക. ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലേബറേഴ്സിന്, ഒരു വർക്കറിന് നമ്മൾ എത്രമാത്രം എമൗണ്ട് ഓർഗനൈസേഷനിൽ പേ ചെയ്യുന്നു. ഇപ്പം ഓരോ സ്ഥലത്തും ഓരോ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചില സ്ഥലത്ത് സാലറി പ്ലസ് DA അങ്ങനെയായിരിക്കും കൊടുക്കുക. ചില സ്ഥലത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ് അനുസരിച്ച്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 100 രൂപ. അപ്പോൾ നമ്മൾ 10 യൂണിറ്റ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 1000 രൂപ കിട്ടും. അപ്പം അങ്ങനെയായിരിക്കും ചില സ്ഥലത്ത് പേ ചെയ്യുക. ചില സ്ഥലത്തൊരു ഫിക്സഡ് ആയിട്ടുള്ള വേജ് 1000 രൂപയാണ് ഒരു ദിവസം, ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻ്റ് ഉണ്ട്. അപ്പം അതിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഓർഗനൈസേഷനെ അത് ഫേവറബിൾ ആയിരിക്കണം, വർക്കേഴ്സിന് റീസണബിളി അവർ പേ ചെയ്യണം, അല്ലെങ്കിൽ ദാറ്റ് വിൽ അഫക്റ്റ് ദെയർ മൊറൈൽ. അപ്പോൾ അതനുസരിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി പിന്നെ കോസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഓരോ പ്രൊഡക്റ്റിൻ്റെയും ലേബർ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളതും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ആഡ്സ് ടു ദ ജോബ് സെക്യൂരിറ്റി ഓഫ് ദി employee or worker, and that will increase their efficiency. If there is efficiency in operations, it will reduce the cost. That means more profit to the organization. And next is the advantages to the government. Government is also benefited by the cost accounting techniques. നമുക്കറിയാം ചില കേസിൽ എസെൻഷ്യൽ കമ്മോഡിറ്റീസിനൊക്കെ ഗവൺമെൻറ് ഒരു മാക്സിമം പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കും. അതിൽ കൂടുതൽ നമ്മൾക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ് ഈ ഇത്രയാണ് പ്രൈസ് എന്ന് ഫിക്സ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഡേറ്റ. അപ്പോൾ കോസ്റ്റ് ഡേറ്റ എവിടെ നിന്ന് കിട്ടത്തുള്ളൂ? കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടെങ്കിലേ ഉള്ളൂ കോസ്റ്റ് ഡേറ്റ കിട്ടത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടും അതുകൂടാതെ തന്നെ ഇപ്പോൾ അങ്ങനെ മാക്സിമം പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതുമാത്രമല്ല
ഈ ഡ്യൂട്ടീസ് അപ്പോൾ എത്രമാത്രം ഇപ്പോൾ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ എത്രമാത്രം ഡ്യൂട്ടീസ് അവരുടെ നിന്ന് ചാർജ് ചെയ്യണം, GST എത്രമാത്രം ചാർജ് ചെയ്യണം, ഇങ്ങനെയുള്ള ഡിസിഷൻ മെയിനായിട്ടും ഗവൺമെൻറ് എടുക്കുന്നത് ബേസ്ഡ് ഓൺ ദിസ് കോസ്റ്റ് ഡേറ്റ. അപ്പോൾ അതാണ് ഗവൺമെൻറ്റിനുള്ള അഡ്വാൻറ്റേജസ്. എല്ലാത്തിനെയും കോസ്റ്റ് സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഏത് ഫാക്ടറിലാണ് കൂടുതൽ ചാർജ് ചെയ്യുന്നത്, അപ്പോൾ എത്രമാത്രം റേറ്റ് ചാർജ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ദെൻ അതുകൂടാതെ തന്നെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് അപ്പം ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അപ്പം വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. ദറ്റ് വിൽ ഇൻക്രീസ് ദ പ്രോഫിറ്റ്. ആൻഡ് പ്രോഫിറ്റ് നമുക്കറിയാം, കമ്പനിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിൻ്റെ ഒരു വീതം കിട്ടും. ദറ്റ് മീൻസ് മോർ പ്രോഫിറ്റ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദി എക്കോണമി. അപ്പോൾ അവരത് ആ എമൗണ്ട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ എക്കണോമി ബൂസ്റ്റപ്പ് ആവും, മോർ ആക്ടിവിറ്റീസ് നടക്കും. പിന്നെ അതുകൂടാതെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കറിയാം ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് റിഡക്ഷൻ ഉണ്ട്, കോസ്റ്റ് കൺട്രോൾ ഉണ്ട്. ദറ്റ് മീൻസ് ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ദറ്റ് വിൽ റെഡ്യൂസ് ദ ഇൻഫ്ലേഷണറി ട്രെൻഡ്സ് ഇൻ ദ സൊസൈറ്റി ഓർ ഇൻ ദ ഇക്കോണമി. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കോസ്റ്റ് ഡേറ്റയാണ്. ദെൻ ദ അഡ്വാൻറ്റേജസ് ടു ദ പബ്ലിക്. നമുക്ക് കൺസ്യൂമേഴ്സിനും ചില അഡ്വാൻറ്റേജസ് ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട്. നമുക്കറിയാം കോസ്റ്റ് കൺട്രോൾ, ഒരു ഓർഗനൈസേഷനിൽ കോസ്റ്റ് കൺട്രോൾ ഉണ്ടെങ്കിൽ, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ അവിടെ റെഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം അതിന് മാത്രം ടെക്നിക്സ് ടൂൾസ് വേണം അവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പം റെഡ്യൂസ്ഡ് കോസ്റ്റ് ആണെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഞാൻ പറഞ്ഞു, ഓൾറെഡി മുമ്പേ തന്നെ പറഞ്ഞു, മാക്സിമം പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ആ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ്, കൂടുതൽ എമൗണ്ട് ഓഫ് മണി നമ്മുടെ എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയും ചെയ്യും. ബൈ പിന്നെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ പ്രൈസിൽ പ്രൊഡക്ട്സ് കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആവുകയും ചെയ്യും. പിന്നെ ഇത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ദർ ഇസ് സം സോർട്ട് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പം ആ കോസ്റ്റ് റിഡക്ഷൻ അപ്പോൾ നമുക്കൊരു ഒരു ബലമാണ്. അത് അവർ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ചാർജ് ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു ബലമാണ്. അപ്പം ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. ദെൻ ക്വാളിറ്റി പ്രൊഡക്ട്സ് ലോവർ പ്രൈസിൽ അവൈലബിൾ ആകുന്നു എന്നുള്ളതും വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഞാൻ പറയുന്നതുപോലെ തന്നെ ഇൻഫ്ലേഷണറി ആയിട്ടുള്ള ട്രെൻഡ്സ് എക്കണോമിയിൽ നിന്ന് ഒഴിവാക്കുന്നു. ദറ്റ് മീൻസ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം, ലോവർ കോസ്റ്റ്, മാക്സിമം പ്രോഫിറ്റ് ആൻഡ് ലോവർ സെല്ലിംഗ് പ്രൈസ്. ദറ്റ് മീൻസ് ദർ ഈസ് നോ ഇൻഫ്ലേഷൻ ഇൻ ദ എക്കണോമി. ദെൻ അത് മാത്രമല്ല മോർ ബിസിനസ് മീൻസ് മോർ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും. മോർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബിസിനസ് അടുത്ത എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ പ്ലാൻസ് വർക്കൗട്ട് ചെയ്യും. അപ്പം അതുവഴി കൂടുതൽ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് ഒക്കെ കിട്ടും, കൂടുതൽ വർക്കേഴ്സിന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും. ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് കൂടുമ്പോഴും ആൾക്കാരുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദെൻ അതുകൂടാതെ തന്നെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചൊരു ഓർഗനൈസേഷൻ്റെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. എങ്കിൽ നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ ക്രെഡിറ്റ് പീരീഡൊക്കെ അലൗ ചെയ്യും. അപ്പം നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് നമ്മൾ കൊടുക്കണോ വേണ്ടയോ? അതായത് റെഡി ക്യാഷ് വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാവൂ എന്നുള്ളൊരു നമുക്ക് എത്രമാത്രം കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അതൊക്കെ കൊടുക്കുന്നതിന് മുന്നേ എന്താ ചെയ്യും, നമ്മൾ ഓരോ ക്രെഡിറ്ററും ഈ ഓർഗനൈസേഷൻ പഠിക്കും. എത്രമാത്രമാണ് അവരുടെ പ്രോഫിറ്റ്, എത്രമാത്രമാണ് അവരുടെ കോസ്റ്റ്, അവരുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി എത്രമാത്രമുണ്ട്, ക്രെഡിറ്റ് വർത്തിനെസ് എത്രമാത്രമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കമ്പനിയുടെ കോസ്റ്റ് ഡേറ്റ എന്നുള്ള ഇൻഫർമേഷനുണ്ട്. അത് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ക്രെഡിറ്റ് പീരീഡൊക്കെ. പിന്നെ ഈ ഇൻവെൻട്രി എത്രമാത്രം സമയം കൊണ്ടാണ് അത് റിക്കവർ ചെയ്യാൻ പറ്റുക, അത് സെയിൽസ് ആവുന്നത്. അപ്പം ഇപ്പോൾ ഒരുപാട് ലോങ് പീരീഡ് ഓഫ് ഈ സർക്കിളിന്, അതായത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ, അതായത് റോ മെറ്റീരിയൽസ് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറാനുള്ള സൈക്കിൾ വളരെ ലെങ്തി പ്രൊസീജിയർ ആണെങ്കിൽ ഒരു റിസ്ക്കാണ് ഇത്രമാത്രം എമൗണ്ടിൽ റോ മെറ്റീരിയൽസ് ഈ ക്രെഡിറ്റിൽ കൊടുക്കുക എന്നുള്ള റിസ്ക്കാണ്. അപ്പോൾ അവരുടെ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ വളരെ കുറച്ചാണെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് റിക്കവർ ചെയ്യും, പെട്ടെന്ന് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകും. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് സെയിൽസ് നടക്കും. അപ്പം അത് ക്രെഡിറ്ററിനൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യും മാത്രം. അപ്പോൾ അതൊക്കെ ഈ ക്രെഡിറ്റേഴ്സ് മനസ്സിലാക്കുന്നത് ഈ കോസ്റ്റ് ഡേറ്റ വഴിയാണ്. ദെൻ ക്രെഡിറ്റ് വർത്തിനെസ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു, പ്രോഫിറ്റബിലിറ്റിയെ പറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു, പ്രോസ്പെരിറ്റി ഓഫ് ദി ഫേംസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അതുകൂടാതെ എത്രമാത്രം ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ക്യാപിറ്റൽ എത്രമാത്രമായിരിക്കും എംപ്ലോയിഡ് ചെയ്തേക്കുന്നത്, അവരുടെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ്, അപ്പോൾ ക്യാപിറ്റലിൻ്റെ എത്രമാത്രം പെർസെൻറ്റേജ്, ക്യാപിറ്റൽ എംപ്ലോയ്ഡിൻ്റെ എത്രമാത്രം പെർസെൻറ്റേജാണ് പ്രോഫിറ്റ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൂ ഒരു ക്രെഡിറ്റർ ഒരു ഫേമിന് ലെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കോസ്റ്റ് ഡേറ്റയിൽ നിന്നും ക്രെഡിറ്റേഴ്സിന് കിട്ടും.
ദെൻ അഡ്വാൻറ്റേജസ് ടു ദ എൻ്റർപ്രൈസ്. ഡിഫറെൻറ്റ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഉണ്ട്. അപ്പം അവർക്ക് അഡ്വാൻറ്റേജാണുള്ളത്. അപ്പം ഓരോ പ്രോപ്പർ അനാലിസിസ്, ഓരോ ഓപ്പറേഷൻസിനെയും അനലൈസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. ഓരോ ഓപ്പറേഷൻസ് മീൻസ് ഓരോ പ്രൊഡക്ട്സ് ആവാം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള കൺട്രോൾ അവിടെ ചെയ്യാനായിട്ട് പറ്റുന്നു. കൺട്രോളിങ് അവിടെ പോസിബിളാണ് ബൈ അനലൈസിങ് ഈച്ച് ആൻഡ് എവറി ഓപ്പറേഷൻസ് ഓഫ് ദി എൻ്റർപ്രൈസ്. ദെൻ ഫിനാൻഷ്യൽ കൺട്രോൾ, ഒരു എക്സ്പെൻഡിച്ചറിൽ ഒരു കൺട്രോൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ജസ്റ്റ് പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ്. നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ നമ്മൾ ഓൾറെഡി ഇൻകർ ചെയ്ത എക്സ്പെൻസസ് എല്ലാം എന്താണെന്ന് നോക്കുന്നു. അല്ലാതെ ഒരു കൺട്രോളൊന്നും ഒരിക്കലും ഒരു പോസിബിൾ അല്ല. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല. നമ്മൾ ടൈംലി ആയിട്ടുള്ള ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കും ഒരു വർക്ക് ഓർഡർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്ക് ഓർഡർ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് ഓർഡറിന് നമ്മൾ എത്രമാത്രം കിട്ടും എന്നുള്ളത് അപ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അല്ലാതെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ, എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു കൺട്രോൾ, പിന്നെ കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോളൊക്കെ നമ്മൾ ബെഞ്ച് മാർക്സൊക്കെ യൂസ് ചെയ്യും. അപ്പം അങ്ങനെയും ഒരു കൺട്രോൾ എക്സ്പെൻഡിച്ചറിൽ കിട്ടുന്നുണ്ട്. ദെൻ അപ്പം നമുക്കറിയാം നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. നമുക്കറിയാം ഈ പബ്ലിക് സെക്ടറിൽ നിന്നാണ് ഗവൺമെൻറ്റിന് ഫണ്ട് കിട്ടുന്നത്. പബ്ലിക് സെക്ടറിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രോഫിറ്റാണ്. അപ്പം അത് ഇവിടെ ഈ ഒരു ഫേം നന്നായിട്ട് നല്ല പ്രോഫിറ്റബിലിറ്റിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഗവൺമെൻറ്റിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ജസ്റ്റിഫൈ ചെയ്യണം. നമ്മൾ ഗവൺമെൻറ്റിന് ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇത്രമാത്രം പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതും ഗവൺമെൻറ്റിൻ്റെ അഡ്വാൻറ്റേജാണ്. പിന്നെ അതുകൂടാതെ ഗവൺമെൻറ്റിനും ഇതുപോലെ തന്നെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നു. അവർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ റെൻഡർ ചെയ്യുന്ന സർവീസിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനും ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും ഇതിന് സം ലിമിറ്റേഷൻസ് കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷനിൽ അതുകൊണ്ടാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എമേർജ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനും ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ലിമിറ്റേഷൻസ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഹൈ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഹൈ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്? ഞാൻ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് വേണം. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ICMA ഒക്കെ, അല്ലെങ്കിൽ അത്രമാത്രം എമൗണ്ട് പേ ചെയ്തിട്ട് വേണം ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെ നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് എംപ്ലോയ് ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഈ കോസ്റ്റ് അക്കൗണ്ടിങ് വർക്കൗട്ട് ആണെങ്കിൽ ഒരുപാട് ഫോംസ് ഉണ്ട്, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ എക്സ്ട്രാ കോസ്റ്റ് ആൾക്കാർ വേണം, കമ്പ്യൂട്ടർ സിസ്റ്റംസ് വേണം, എക്സ്ട്രാ ആൾക്കാരെ എംപ്ലോയ് ചെയ്യണം. അപ്പം ഒരു വെയർഹൗസ് ഉണ്ടെങ്കിൽ അത് വെയർഹൗസ് ഒരു കീപ്പറെ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനുണ്ട്. അപ്പം ഈ സ്മോൾ കൺസേൺസിന് ഒരിക്കലും ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാം ഒരു CA അല്ലെങ്കിൽ CM അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ ഒരു ഫേമിൽ അങ്ങനെ ഒരു എംപ്ലോയ് ചെയ്യണമെങ്കിൽ ഒരുപാട് എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം വളരെ ലോക്കലായിട്ടുള്ള ഫേമൊക്കെ ആണെങ്കിൽ ഒരിക്കൽ പോലും ഇത്രയും എമൗണ്ട് പേ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. അപ്പം ഹൈ ഇൻസ്റ്റലേഷൻ കോസ്റ്റാണ് അത് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഒരുപാട് ഫോം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് ഫോംസൊക്കെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഓരോ എലമെൻറ്റിനെയും കുറിച്ച് കിട്ടത്തുള്ളൂ, ഓരോ പ്രോഡക്റ്റിൻ്റെയും കോസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതിനൊക്കെ ഒരു അക്കൗണ്ടൻറ്റിനെ വെക്കണം. അല്ലാതെയുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ടൊക്കെ ഒത്തിരി ആൾക്കാരെ എംപ്ലോയ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം കോസ്റ്റ് കൂട്ടാനായിട്ട് കാരണമാകുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം മെയിനായിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ഫേംസിന് മാത്രമാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുക. അതായത് ട്രേഡിങ് കൺസേൺസിന് അത് അത്രമാത്രം ആവശ്യമുള്ളതല്ല. അവിടെ അത് പ്രത്യേകിച്ച് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുകയാണല്ലോ. അപ്പം അവിടെ ഈ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം സ്മോൾ കൺസേൺസിനും കോസ്റ്റ് അക്കൗണ്ടിങ് ആവശ്യമില്ല. അതുകൂടാതെ ട്രേഡിങ് കൺസേൺസിനും കോസ്റ്റ് അക്കൗണ്ടിങ് ആവശ്യം ഇല്ല. ദെൻ അതുകൂടാതെ തന്നെ പിന്നെയുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യാന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അപ്പം നമ്മളൊരു പേപ്പർ പെൻ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ പേപ്പർ പെന്നിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഇൻകർ ചെയ്ത എല്ലാ കോസ്റ്റുകളെയും കൂടി നമ്മൾ കൂട്ടി വെക്കും. അതായത് അപ്പം പേപ്പറിന് 50 പൈസ. അതുകൂടാതെ നമ്മൾ ഗം വാങ്ങിച്ചു. ഗമ്മിന് ഫുൾ ഗം ഉപയോഗിച്ചില്ലല്ലോ. അപ്പോൾ ഒരു 50 പൈസയുടെ ഗം നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ 50 പൈസ പ്ലസ് 50 പൈസ 1 രൂപ. പിന്നെ നമ്മൾ ഒരാളെ ഇരുത്തിയാണ് ചെയ്തത്. അപ്പോൾ അതിന് ഒരു 50 പൈസ ചാർജ് ചെയ്തു. അപ്പോൾ 1.5 രൂപയാണ് നമ്മൾ പേപ്പർ പെൻ നമുക്ക് കോസ്റ്റ് ആയത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടുപിടിച്ചില്ലേ? ഇതിനാണ് കോസ്റ്റ് കളക്റ്റഡ്. നമ്മൾ കണ്ടുപിടിച്ചു അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. ഇത് പേപ്പർ പെന്നിനുണ്ടായ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ കോസ്റ്റ് കളക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ പേപ്പർ പെന്നിന് വേണ്ടിയിട്ടുണ്ടായ കോസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇത് വേറെ ഒരു വേറെ എന്തെങ്കിലും പേപ്പർ ബാഗിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ?
ഒരിക്കലും പറ്റത്തില്ല. അപ്പം ഒരു പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്യുന്ന കോസ്റ്റ് ആ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പം അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. ദെൻ ലാക്ക് ഓഫ് യൂണിറ്റി. ഞാൻ പറഞ്ഞു ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ നേച്ചറാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്. പക്ഷേ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓരോ ഫേമിലും ഇപ്പം മാനുഫാക്ചറിങ് ഫേംസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെത്തേഡ്സ്, സർവീസ് സെക്ടറിന് കുറേ മെത്തേഡ്സ്, പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളും പല പല കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ മെത്തേഡ്സിലും ടെക്നിക്സിലും ഒക്കെ ഓരോ ഫേം അനുസരിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടൊരു യൂണിഫോമിറ്റി ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ വേറൊരു ലിമിറ്റേഷനാണ്. ദെൻ ഇറ്റ്സ് നോട്ട് ആൻ എക്സാക്ട് സയൻസ്. ഒരു എക്സാക്ട് സയൻസ് ഒന്നുമല്ല. ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഒന്നെങ്കിൽ പീസ് റേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഡെയിലി വേജസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിലും അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലാതെ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, ഒരു ജഡ്ജ്മെൻറ്റ് എലമെൻറ്റ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉണ്ട്. ദെൻ ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രോബ്ലം എത്രയാണെന്ന് കാണിച്ചു തരത്തേയുള്ളൂ. മെറ്റീരിയൽ കോസ്റ്റ് ഇത്രയായി, ലേബർ കോസ്റ്റ് ഇത്രയായി, അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് ഇത്രയായി, ഇത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളാണ്. അതായത് സജസ്റ്റ് ചെയ്യും, ഡിസിഷൻ എടുക്കേണ്ടത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഒരു പ്രോബ്ലം ഒരിക്കലും സോൾവ് ചെയ്യുന്നില്ല, പ്രോബ്ലം ഇതാണെന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ദെൻ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു മെറ്റീരിയൽ കോസ്റ്റ് കണ്ടുപിടിക്കും, ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കും, ഓവർഹെഡ് കോസ്റ്റ് കണ്ടുപിടിക്കും, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കും, പ്രോഫിറ്റ് ആഡ് ചെയ്യും, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കും. ഇപ്പം പിന്നെ ഓരോ എലമെൻറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു 100,000 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഈ മെത്തേഡ് എംപ്ലോയ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഡിസൈഡ്. ഓരോരോ കാര്യങ്ങൾക്കും പിന്നെ ഒരു പ്രൊസീജിയറുണ്ട്. അപ്പം മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ പ്ലാന്റിൽ എത്തണം എന്ന് വിചാരിക്കുക. അതിന് കുറേ റിക്വസിഷൻസ് കൊടുത്ത് കുറേ കാര്യങ്ങൾ റൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ കറക്റ്റ് സമയത്ത് മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ്റെ അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരു കോംപ്ലക്സ് പ്രൊസീജിയറാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല, കോംപ്ലക്സ് പ്രൊസീജിയറാണ്. അപ്പം അതുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ വേരിയസ് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ താങ്ക് യു ഓൾ.